കാര്യം കളിയല്ല കാര്യം കളിയല്ല കാര്യം. ദൈവമേ, ഇവക്ക് ഇതെന്നാ പറ്റി? നീ ഇവിടെ വന്നിരിക്കണോ? ഒരു ചായ എടുത്തുണ്ടോ? ചായ അടുക്കള ഇരിപ്പുണ്ട്, വേണമെങ്കിൽ പോട്ടെ എടുത്തോളൂ. അല്ല, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ പെട്ടെന്ന് ഭേദമാവും. എനിക്ക് പ്രാന്താന്നല്ലേ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതെന്തായാലും നിനക്ക് മനസ്സിലായല്ലയോ? എന്നാ പേക്കൂത്തടി നീ കാണിക്കുന്നേ? ഇത് പേക്കൂത്തൊന്നും അല്ല. ഞാനേ ഒരു കഥ എഴുതാൻ പോവാണ്. കഥയോ? നീയോ? സ്ത്രീ ശബ്ദം എന്ന വാരികയ്ക്ക് ഒരു കഥ മത്സരം നടക്കുന്നുണ്ട്. ഒന്നാം സമ്മാനെ 25,000 രൂപയാ. ഞാൻ ഇക്കൊല്ലേ ആ 25,000 രൂപ കയ്യിലാക്കും. നീ 25,000 രൂപ കഥ എഴുതി മേടിക്കും. നടക്കട്ടെ. എന്താ ആൽബിച്ചാനൊരു പുച്ഛം? ഞാൻ കഥ എഴുതിയാൽ ശരിയാവത്തില്ലേ? ഓ പിന്നെ ശരിയാവും. അല്ല, നീ എന്നാ ഈ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ഗോഷ്ടി കാണിച്ചാലേ കഥ എഴുതാൻ ഒരു മൂട് വരത്തുള്ളൂ. നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാനായിട്ട്. എന്റെ സോഫി, ഇതൊക്കെ കളഞ്ഞിട്ട് നീ വരാൻ നോക്ക്. എടി, എന്റെ ഡ്രസ് ഒരു അയൺ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ അയൺ ചെയ്ത് തരുന്നത്? അതെ. ഇന്നൊരു ദിവസം ആൽബിസൻ തന്നെ അയൺ ചെയ്യും. ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. എന്റെ സോഫി മോളെ, നിന്നെ കൊണ്ട് പറ്റുന്ന പണി വല്ലതും നീ ചെയ്യേ. നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. അത് ശരി. ഞാനിവിടെ ആൽബിച്ചാന്റെ ഡ്രസ്സും അലക്കി തന്ന് ആൽബിച്ചാന് വല്ലതും ഉണ്ടാക്കി തന്ന് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഇതൊക്കെ തന്നെയാണ് ആൽബിച്ചാന്റെ ആഗ്രഹം. അല്ലാതെ നിനക്ക് വേറെ പണി തന്നെ ഇവിടെ? ഞാനേ ഇവിടെ അങ്ങനെ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് വളർന്ന് പന്തലിക്കണം. പന്തലിച്ചോ? ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല. നീ മുറ്റത്ത് നിന്ന് വളർന്നിങ്ങനെ അങ്ങ് പടർന്ന് പന്തലിക്കും. എന്നൊക്കെ കാണണം കർത്താവേ. അവളുടെ ഒരു ആൽബിച്ചാന്റെ കയ്യിലെ നല്ല വല്ല കഥകളും ഉണ്ടോ? പിന്നെ ഒരു ഭ്രാന്തി പെണ്ണിനെ സഹിക്കേണ്ടി വന്ന ഒരു പാവം ഭർത്താവിന്റെ കഥയുണ്ട്. അത് മതിയോ? തമാശക്കല്ലേ? ആൽബിച്ചാൻ അറിയോ, ഞാൻ വലിയൊരു സംഭവ. പിന്നെ അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടായോ? കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ മാഗസിന് വേണ്ടി എത്ര കഥകൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയോ? ആണോ? സത്യം. കല്യാണം കഴിഞ്ഞപ്പോ ആ കഴിവുകളൊക്കെ അങ്ങ് പോയി. അല്ലേലും കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ കഴിവുകളൊക്കെ അങ്ങ് നശിക്കും. പിന്നെ അവളെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി രാപ്പകല് കഷ്ടപ്പെടും. ഭർത്താക്കന്മാർക്ക് പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? സുഖമല്ലേ? ചായ എന്ന് പറയുമ്പോ ചായ, ഊണെന്ന് പറയുമ്പോ ഊണ്, ഡ്രസ് അലക്കി തേച്ച് കൈ തരും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളുമല്ലോ. എടി, നീ ഒരു കാര്യം ചെയ്യ്. ഇതെല്ലാം കൂടി വെച്ച് ഒരു കഥ എഴുത്. കഥയുടെ പേര് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഭാര്യമാർ. എങ്ങനെയുണ്ട്? അതൊരു നല്ല ഐഡിയ കേട്ടോ. ഇത് ഞാൻ കൊലക്കും, നോക്കിക്കോ. ആൽബിച്ചാനെ ശല്യം ചെയ്യാതെ പോവാൻ നോക്കിയേ. ചെല്ലു പാപ്പാ. എന്നാ കഷ്ടമാ നോക്കണേ. എടാ ബാബു, നീ നന്നാവാൻ തീരുമാനിച്ചോ? ഈയിടെയായിട്ട് വലിയ ദൈവവിശ്വാസമൊക്കെ ആണല്ലോ. എടാ, നമ്മളെപ്പോഴും ഒരേപോലെ ജീവിച്ചാൽ പോരാ. ജീവിതത്തിൽ ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ? ഈ പുതുവർഷം തുടങ്ങിയപ്പം നന്നാകണമെന്നൊരു തീരുമാനം എടുത്ത ഞാൻ. നീ വന്നപ്പോൾ ആ തീരുമാനം കുറേയൊക്കെ തെറ്റിക്കേണ്ടി വന്നു. എന്നാലും ഇനി അങ്ങോട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ
കഴിവതും നന്മ ചെയ്ത് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിൽ കടത്തതാ. നീ നന്നാവുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. കാരണം നീ നന്നായാൽ ഞാനും നന്നാവേണ്ടി വരും. അതിനെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം തന്നെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ട എന്നെയാ നീ വിളിച്ച് വള്ളി കൊണ്ടുവന്നത്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ഓ, എപ്പോൾ നോക്കിയാലും ഉറങ്ങണം, എന്തേലും കഴിക്കണം, ഈ 2 ചിന്ത മാത്രമേ നിനക്കുള്ളൂ. എടാ, രാവിലെ ഒരു കുർബാന കണ്ടാലേ ദിവസം മുഴുവൻ ഒരു എനർജി ആയിരിക്കും. ഞാൻ നിന്നൊന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തിന്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ജീവിക്കണ പോലെ അങ്ങോട്ട് ജീവിച്ചോളാം. അത് പോരാ, നീ നന്നായേ പറ്റൂ. ഞാൻ നന്നവിടെ നിൽക്കുന്നത് എത്ര വാശി? എനിക്ക് വാശിയുണ്ട്. കഴിഞ്ഞ ആഴ്ച നിന്റെ ഭാര്യ സൂസിയെ ഞാൻ വഴിവെച്ച് കണ്ടു. എന്നെ കണ്ടപ്പം അവൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അവൾ നിന്നോടെന്ത് പറഞ്ഞു? നീ പണിക്കൊന്നും പോകാതെ മറ്റുള്ളവരെ പറ്റി ജീവിക്കുന്നത് ഞാൻ കാരണമാണെന്ന്. ഞാനുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണമാ നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയെന്ന്. അവൾ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന? അവളത് മാത്രമല്ല പറഞ്ഞത് മുഴുവനൊന്നും ഇവിടെ വിളമ്പാൻ കൊള്ളത്തില്ല. അവളുടെ സംസാരം കേട്ട് നാട്ടുകാരെല്ലാം കൂടി ഞാൻ ആകെപ്പെടെ നാണം കെട്ടുപോയി. അവസാനം നിന്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തു, നിന്നെ നന്നാക്കിയെടുക്കാന്ന്. എന്തിന്? ഇതാ നിന്റെ കുഴപ്പം. ആവശ്യമില്ലാത്തൊക്കെ ചാടി കയറി അങ്ങ് കേൾക്കും. എന്നെ നന്നാക്കാനുള്ള നിന്റെ മോഹം അങ്ങോട്ട് കളഞ്ഞേക്ക് മോനെ. അതാ നിനക്ക് നല്ലത്. നിന്നെ നന്നാക്കിയെടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോണില്ല. പ്രയോജനം ഉണ്ടാകോ ഇല്ലെന്നേ നമുക്ക് കാണാം. എടാ ജോബി, ഇന്ന് പള്ളിയില് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ? അത് ശരി, അപ്പൊ പ്രസംഗമൊന്നും നീ കേട്ടില്ലേ? കേട്ടു, മറന്നുപോയതാ. ഇന്ന് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതേ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ്. ഓഹോ. നമ്മൾ നല്ല വസ്ത്രവും ധരിച്ച് ഭക്ഷണവും കഴിച്ച് സുഖിച്ച് ജീവിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം സഹായിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത്. അതിന് നീ അങ്ങോട്ട് നോക്കിക്കേ. ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ മാറ്റം ഇവിടുന്ന് തന്നെ ആരംഭിക്കാം. നമുക്ക് അച്ഛൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാമെന്ന് നീ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? എടാ, നമുക്ക് അയാളെ ഒന്ന് സഹായിക്കാം. അയാൾക്ക് നല്ല വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുത്ത് വയറ് നിറയെ ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കാം. അയ്യടാ, ഇവിടെ ഞാൻ വശന്നിരിക്കുന്നവന് പ്രശ്നമില്ല. വഴി കാണുന്നവനെ ഏതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. നീ കൂടെ വന്നേ. ആദ്യം ആ കാശിന് നീ എനിക്കെന്തെങ്കിലും മേടിച്ചാ? ഇത് രാവിലെ തന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും കഴിച്ചപ്പോ എന്തൊരാശ്വാസം. നിനക്ക് ആശ്വാസം? കാശ് എൻ്റെ പോയത്. ഈണം നിന്റെ കാശെന്ന് പറഞ്ഞാൽ അത് എന്റെ കൂടി കാശല്ലേ? എന്നാ പിന്നെ നിനക്ക് ആ കാശ് കൊടുത്താൽ പോരായിരുന്നോ? അതിന് എൻ്റെ കയ്യിൽ അവിടുത്തെ കാശിരിക്കുന്നു. പിന്നെന്തിനാ ഹോട്ടലിൽ കയറി കണ്ടതെല്ലാം വലിച്ചു വാരി കഴിച്ചത്? നിനക്ക് എനിക്കെന്തെങ്കിലും മേടിച്ചു തരുമ്പോഴാണ് കുഴപ്പം. വഴി കാണുന്നവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നെനിക്ക് പുണ്യെങ്കിലും എനിക്ക് കിട്ടും. നിനക്കെന്തെങ്കിലും വാങ്ങിച്ചെന്നാലേ എനിക്കെന്താ പ്രയോജനം? ഈ വയറ്റ് കിടക്കുന്നത് ദഹിക്കുന്നതിന് മുമ്പേ നീ എന്നെ കുറ്റം പറയാൻ തുടങ്ങും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ. വാ. ഇയാൾ ഇവിടെ വന്നോ? എടാ, നീ അയാൾക്ക് എന്തെങ്കിലും കാശ് കൊടുത്ത് സഹായിക്കും. അതിന് എൻ്റെ ഈ കാശ് എവിടുന്ന? എടാ, മുതലാളി മോട്ടർ നന്നാക്കാൻ തന്നെ കാശെടുത്താ ഹോട്ടലിൽ കൊടുത്തത്. ആ മുതലാളി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയോ എന്തോ. മുതലാളി ഒന്നും പറയില്ല. നീ കൂടെ വന്ന്. എടാ, നമുക്ക് അയാൾക്ക് വേണ്ടി ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്തെങ്കിലോ? ഇനി കാശ് ചിലവാക്കാനേ എൻ്റെ ഈ കാശൊന്നും ഇല്ല. എടാ, നമ്മൾ അയാൾക്ക് കാശായിട്ടൊന്നും കൊടുക്കണ്ടടാ. നമ്മുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ വരണം. നീ ഒരു കാര്യം ചെയ്യും, ഒരു ചില പഴം മേടിച്ചുണ്ടാ അയാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കും കഴിക്കാലോ. ഇത്രയൊക്കെ തിന്നിട്ട് നിന്റെ വയറ് നിറഞ്ഞില്ലേ? ഇതിനകത്ത് എന്താടാ കൊക്കപ്പൂടുണ്ടോ? എടാ, മുഴുവനും നമുക്ക് കഴിക്കാനല്ല, പിന്നെ നമ്മൾ പഴം മേടിച്ച് ആ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നു. അയാൾക്ക് നമ്മളൊരു പഴം കൊണ്ടുപോയി കൊടുത്ത് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ കണ്ട് നാട്ടുകാരെ നമ്മൾ അഭിനന്ദിക്കണം. എങ്ങനെയുണ്ട്? അത് വേണോടാ? വേണം വേണം വേണം. എത്രയോ പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. നീ ദിവസവും പത്രത്തിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നതല്ലേ? കുറേ പേർക്ക് വീട് വെച്ചു കൊടുത്തു, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുത്തു, ചികിത്സക്ക് സഹായിച്ചു എന്നൊക്കെ.
എടാ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ പിന്നെ രഹസ്യമായിട്ട് ചെയ്താൽ പോരെ? എല്ലാവരും പ്രശസ്തി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പണം കുറവായതുകൊണ്ട് നമ്മളൊരു പഴം വാങ്ങിച്ചായ കൊടുക്കുന്നു. നീ ഒരു പഴം മേടിച്ചോണ്ടാ ചെല്ല്. ആ വേഗം ചെല്ല്. എൻ്റെ ഒരു ബുദ്ധിയേ, ഇവൻ പഴം മേടിച്ചുകൊണ്ട് വരുന്നവരെ അയാൾ അവിടുന്ന് പോകാതിരുന്നാൽ മതിയായിരുന്നു. ആ ഇതാ ആ അത് ശരി, ഒരു പഴം മാത്രം മേടിച്ചോളൂ. ഒരു 4-5 മേടിച്ചൂടായിരുന്നോ? അയാൾക്ക് കൊടുത്തിട്ട് ബാക്കി നമുക്ക് കഴിക്കാമായിരുന്നല്ലോ. അങ്ങനെ നീ ഇപ്പൊ കഴിക്കണ്ട. വാ ഉം. ചേട്ടാ, ചേട്ടൻ വിശന്നിരിക്കുന്ന ഞങ്ങൾക്കറിയാം. ചേട്ടൻ ഈ പഴം കഴിച്ചു. ചേട്ടൻ ഇത് കഴിച്ചോ ചേട്ടാ? എന്നാ, കഴിച്ചോ. കഴിച്ചോ. ആ ഓക്കെ. ഓ അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ടോ? കലക്കും ഇത്. ശരിയോ? നാടിയോ കൊള്ളാല്ലേ? ഓ എന്താ അടിപൊളി, സൂപ്പർ. ലൈക്ക് കുറെ കിട്ടും. അത് കഴിച്ചാ? അപ്പോഴത്തേക്ക് അത് കഴിച്ചാ? സെൽഫി എടുത്തഞ്ഞ് തിരിച്ചു പോകുമ്പോ കഴിക്കാന്ന് വിചാരിച്ചാ. നീ കൊന്നേ നിങ്ങൾക്കൊക്കെ നാണമില്ലടാ. ഞങ്ങൾ എന്തിനാ കാണിക്കണേ? ഞങ്ങൾ നല്ലൊരു കാര്യമല്ലേ ഇത്. ഈ പോസ്റ്റ് ഞങ്ങൾ ഫേസ്ബുക്കിലിടും. എല്ലാവരും ഞങ്ങളുടെ ദാനധർമ്മത്തെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റുകൾ ഇടും. നീ കണ്ടോ? നീ ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഓ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കുറ്റം, ബാക്കിയുള്ളവർക്ക് എന്തും ആകാം. എടാ, നമ്മൾ പത്രത്തിലും ഫേസ്ബുക്കിലും ഒക്കെ ദിവസം കാണുന്നതല്ലേ ബേബിച്ച മുണ്ടകത്തിന്റെ ഫോട്ടോ. എടാ, സ്വർണ്ണക്കട നടത്തുന്ന ആള് പബ്ലിസിറ്റിക്ക് വേണ്ടി അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നറിയോ? സ്വന്തമായിട്ട് ഒരു ഫാൻസ് ക്ലബ്ബ് ഉണ്ടാക്കി അവരുടെ നിന്ന് അയാൾ അവാർഡ് മേടിച്ചു. ഒരു ഫോട്ടോയും ഉണ്ട്. ഇതിനകത്തൊക്കെ ആകെ ഒരു കുഴപ്പമുള്ളൂ, ഞങ്ങൾ നല്ല കാര്യം ചെയ്താൽ അപ്പൊ കുഴപ്പം. നീ ഇവനോട് സംസാരിച്ചിരിക്കാതെ വേഗം ഫോട്ടോ അപ്ലോഡ് ചെയ്യടാ. സോഫിയാണല്ലോ. എന്നാ സോഫി മോളെ? പിന്നെ വരാതെ. ഊണ് കഴിക്കാൻ സമയമാകുമ്പോ ഞാനിങ്ങ് എത്തും. അതെന്നാ നീ ഒന്നും ഉണ്ടാക്കാഞ്ഞേ? എന്റെ സോഫി മോളെ, നീ അതൊക്കെ കളഞ്ഞ് അടുക്കള കയറാൻ നോക്ക്. ഇവളും അറിവില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ വാശി പിടിച്ച് സമയം കളയണോ? ആ ശരി ശരി, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അപ്പൊ ഇന്നത്തെ ഊണ് ഹോട്ടലിൽ നിന്ന് തന്നെ. ഇതെന്താ ആൽബിച്ച നടുറോഡ് നിന്നൊരു ആലോചന? ഹേയ് വെറുതെ. ടോമച്ചെന്നാ ഊണ് കഴിക്കാൻ പോവാ? ഓട്ടോറിക്ഷ എന്തി? ഓട്ടോ സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. വീട്ടിലേക്കൊന്ന് നടന്നു പോകുന്ന വെച്ചിറങ്ങിയതാ. എന്നാ സമയം കളയണ്ട, വിട്ടോ, ഞാനും പോവാ. എന്നാ ശരി. ശരി. ആൽബിച്ച, ഞാൻ ആൽബിച്ചാനെ കണ്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്നാ? ഒരു ബാങ്ക് ലോണിന്റെ ആവശ്യത്തിനായി ലൊക്കേഷൻ സ്കെച്ചിന് വേണ്ടി വില്ലേജ് ഓഫീസിലും കുറെ ദിവസം കയറി ഇറങ്ങുന്നു. ഇന്ന് വാ നാളെ വാ എന്നൊക്കെ പറഞ്ഞ് കുറെ ദിവസം അവരെ നടത്തിക്കുന്നു. കാര്യം വേറൊന്നുമില്ല, കൈക്കൂലി കൊടുക്കാത്തോണ്ടാ അവരെന്നെ ഇങ്ങനെയിട്ട് ചുറ്റിക്കുന്നത്. എനിക്ക് മാത്രമല്ല ഈ അനുഭവം ഉള്ളത്, പലരും അവരിങ്ങനെയിട്ട് ചുറ്റിക്കുന്നുണ്ട്. ചിലരൊക്കെ സഹികെട്ട് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നുണ്ട്. ഞാനിതൊക്കെ ആൽബിച്ചായനോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടും ആൽബിച്ചായനും പാർട്ടിയും ഇതിൽ ഇടപെട്ട് കണ്ടില്ല. അല്ല, അത് നാട്ടുകാരുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലല്ലേ നിങ്ങൾ ഇടപെടേണ്ടത്. ടോമിച്ചാൻ പറഞ്ഞത് ശരിയാ. വില്ലേജ് ഓഫീസിലെ അഴിമതിയെക്കുറിച്ചൊക്കെ ഈയിടെയാ ഞങ്ങൾ അറിഞ്ഞത്. അതിൽ ഇടപെടാൻ ഞങ്ങൾ ഒട്ടും വൈകത്തുമില്ല. അവിടുത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം. നാളെ ടോമിച്ചിൻ്റെ കൂടെ ഞാനും വില്ലേജ് ഓഫീസിലേക്ക് വരാം. ഓ അല്ല, നമ്മുടെ ബാബു ചേട്ടനെ ഇന്ന് എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? ബാബുവും ജോബയും കൂടി ആ പാപ്പിയുടെ ഹോട്ടലിന് മുമ്പിലിപ്പുണ്ട്. രണ്ടുപേരും കൂടെ കാണിക്കുന്ന പണികൾ കണ്ടാലേ പിടിച്ചൊന്ന് പൊട്ടിക്കാനാ തോന്നണത്. അതെന്നെ പറ്റി? ഓ, ഇവര് രണ്ടും ഹോട്ടലിൽ നിന്ന് വയറു നിറയെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോ ഹോട്ടലിന് പുറത്തൊരു പിച്ചക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. ഇവന്മാരാളാവാൻ വേണ്ടി ഒരു പഴം വാങ്ങിച്ച് അയാൾക്ക് കൊടുത്ത് രണ്ടുപേരും കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു.
അവന്മാര് പറയുന്നത് വലിയൊരു ദാനധർമ്മം അവര് ചെയ്തിരിക്കുന്നത്. അത് നാട്ടുകാരൊക്കെ അറിയണ്ടേന്ന്. ശരിക്കും അടികിട്ടേണ്ട പണിയാ രണ്ടുപേരും കൂടെ കാണിച്ചേക്കുന്നത്. അല്ല, ആൽബിച്ചാൻ എന്തിനാ ബാബുനെ തിരക്കുന്നത്? അതും ഇതുപോലെ അടി കിട്ടേണ്ട വേറൊരു സംഭവമാണ്. അതെന്താ? വീട്ടിലെ മോട്ടർ കേടായപ്പോഴേ അത് ശരിയാക്കാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആളെ വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയതാ. ഇന്ന് 3 ദിവസമായി. ഇപ്പം കാശുമില്ല, ആളുമില്ല. ആൽബിച്ചാനല്ലാതെ വേറെ ആരെങ്കിലും അവനും കാശ് കൊടുക്കും. ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. മോട്ടർ ശരിയാക്കാനേ ഞാൻ ആളെ പറഞ്ഞുവിടാം. ഓ ശരി. ടോമി, ഈ പാപ്പിയുടെ ഹോട്ടലിൽ ഊണ് കാണുമോ? പിന്നെ അവിടെ ഊണ് മാത്രമല്ല, നല്ല ബിരിയാണിയും കിട്ടും. എന്തു പറ്റി ആൽബിച്ച? സോഫി വീട്ടിലില്ലേ? ഉണ്ട്, അവള് വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തു പറ്റി? ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? അവൾക്കറിയാൻ മേലാത്തൊരു പണി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാ. അറിയാൻ മേലത്ത പണി? അതെന്ത് പണി? കഥയെഴുത്ത്. കഥയെഴുത്തോ? ഇവിടേക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടി അവൾ കുത്തിയിരുന്ന് കഥ എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ഉച്ചക്കത്തെ ഊണ് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാൻ. കഥ എഴുതി തീരുവാണെങ്കിൽ വൈകിട്ട് അവൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കും. ഇല്ലെങ്കിൽ വൈകിട്ടും ഹോട്ടലിൽ തന്നെ ഭക്ഷണം. എന്നാ ശരി ടോമിച്ച. ആ ശരി. അവളുടെ ഓരോ ഭ്രാന്ത്. എങ്ങനെയാ ലൈക്കുകളും ഷെയറുകളൊക്കെ കിട്ടുന്നുണ്ടോ? കമന്റുകളൊക്കെ കിട്ടി തുടങ്ങിയോ? ലൈക്കുകളും ഷെയറുകളും ഒന്നും പ്രതീക്ഷ പോലെ കിട്ടുന്നില്ല. പക്ഷെ കമന്റുകൾ കുറെ കിട്ടുന്നുണ്ട്. ആ, ലൈക്കുകളും ഷെയറുകളൊക്കെ വന്നോളും. നീ കമന്റുകളൊന്ന് വായിച്ചേ. നമ്മളെ അഭിനന്ദിച്ച് ആളുകൾ എന്തൊക്കെ എഴുതിയേക്കെന്ന് അറിയാലോ. അത് ശരി. എന്താ ഉറക്കം വായിക്കടാ, എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. വായിക്കണോ? എടാ വൃത്തികെട്ടവന്മാരെ, ഇങ്ങനത്തെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ നിങ്ങൾക്ക് നാണമില്ലടാ. നിന്നെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ. അതെന്താടാ അവൻ അങ്ങനെ എഴുതിയിരിക്കുന്നേ? നമ്മൾ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? അതുകൊണ്ടായിരിക്കൂടാ. ആ, ആയിരിക്കും. നീ അടുത്ത് വായിക്കേ. ആ പഴം നിന്റെയൊക്കെ അണ്ണാക്കിൽ കുത്തിക്കയറ്റാൻ മേലായിരുന്നു. ഇവന്മാരെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അസൂയ കൊണ്ടായിരിക്കൂടാ. ആ, ആയിരിക്കും ആയിരിക്കും. നീ അടുത്ത് വായിക്കേ. എടാ ബാബു, ഇനിയുള്ള കമന്റുകളൊന്നും വായിക്കാൻ കൊള്ളത്തില്ലടാ. അതെന്താ? അത്രയ്ക്ക് മോശമാടാ. നമ്മൾ അല്പത്തരം കാണിച്ചിരിക്കാന്നാ എല്ലാവരും എഴുതിയിരിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഫേസ്ബുക്ക് തുറക്കാതിരിക്കുന്നതാ നല്ലത്. ആ, ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയായി ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് ചീറ്റി പോയി അല്ലേ? നീയല്ലേ പറഞ്ഞത് ആ സ്വർണ്ണക്കട നടത്തുന്ന ആളെ പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആകാമെന്ന്? നമുക്കതിനുള്ള യോഗമില്ലടാ. ആ സ്വർണ്ണക്കട നടത്തുന്ന ആള് എന്തൊക്കെ അല്പത്തരം കാണിക്കണമെന്ന് അറിയാമോ? അയാളെപ്പോലെ ഫേമസ് ആവെന്ന് വിചാരിച്ചാ ഞാനിതൊക്കെ ചെയ്തത്. പക്ഷേ ചീറ്റിപ്പോയി. സാരമില്ലടാ, നമുക്ക് അടുത്ത വഴി നോക്കാം. ഇതിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് പോരേടാ അടുത്ത വഴി. ഓ മതി 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 മതി. ആ എടാ, ഫേസ്ബുക്കിലിട്ട് ഈ ഫോട്ടോ നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം കണ്ടു കാണുമായിരിക്കും അല്ലേ? പിന്നെ ഓ, അപ്പോൾ ഇനി നമ്മളെ കാണുമ്പോൾ നാട്ടുകാരെല്ലാം കളിയാക്കി ചിരിക്കുകയും കുറ്റം പറയുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യേ, കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിന് മുമ്പ് നീ ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്യേ. അതാ നല്ലത്. എന്തിനാ ബാക്കിയുള്ളവർ വായിലിരിക്കണത് കൂടി കേൾക്കുന്നത്? ആ ശരിയാ. ഓ, എന്നാൽ ആ പഴം വെറുതെ അങ്ങോട്ട് പോയില്ലോ. നമ്മൾ കഴിച്ചിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോൾ ആ പഴം അയാൾക്ക് കൊടുത്തിട്ട് നമുക്കെന്ത് പ്രയോജനം കിട്ടിയത്? ഓ, പ്രയോജനമൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, നാണക്കേടാകുകയും ചെയ്തു. ഞാൻ
ഞാൻ പറഞ്ഞില്ല നിന്നോട്. മര്യാദയ്ക്ക് ഇവിടെ മിണ്ടാണ്ടിരുന്നോണം, ഇല്ലെങ്കിൽ രണ്ടിന് ഞാൻ ഇവിടെ ഇറക്കി വിടും. പിന്നെ ഇറക്കി വിടാൻ ബെൻസ് കാറല്ലേ, ഒന്ന് പോടാ. ആ നീ പറയടാ, ഇവൻ പറയുന്നത് പറയും, നമുക്ക് ആ കാര്യം നോക്കണ്ട. അല്ല പിന്നെ പിന്നെ ആരാ അതെന്ന്. പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ നീയൊക്കെ അത് കണ്ട എന്ത് കണ്ടു പഠിക്കടാ. നോക്ക്, ആൽബിച്ചായനെ അയാൾക്ക് ഹോട്ടലിൽ നിന്ന് ഊണ് മേടിച്ചോണ്ട് പോവാ. ചേട്ടാ ദാ. ഇത് തന്നെയല്ലേ ഞങ്ങളും ചെയ്തത്. ഊണിന്റെ സാധനത്തിന് പഴമായി പോയി. നിങ്ങളേത് ഇങ്ങനെയല്ല, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് ആളാവാൻ വേണ്ടിയല്ലേ നിങ്ങളയക്ക് പഴം വാങ്ങിച്ചു കൊടുത്തത്. ആൽബിച്ചാൻ അങ്ങനെ പോലും ചെയ്തു. അയാൾക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹോട്ടലിൽ നിന്നൊരു ഊണ് പാർസൽ വാങ്ങിച്ചു. ആരും അറിയാതെ അയാൾക്ക് കൊണ്ട് കൊടുത്തു. നിങ്ങളെപ്പോലെ ഫേമസ് ആകാൻ വേണ്ടി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ല. അല്ല, ഒരു കണക്കിന് പറഞ്ഞാൽ ഫേസ്ബുക്കിലിട്ട് നന്നായി. വയറ് നിറയെ കിട്ടിയില്ലോ അല്ലേ? ഞങ്ങൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. നീ വാടാ, അവൻ്റെ ഒരു കളിയാക്കല്. ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ഇവിടെ. ചെല്ല്. ഇനി അടുത്ത് എന്ത് തരികിടാണോ ഒപ്പിക്കുന്നത്? ഇവനൊക്കെ ഇതൊക്കെ നിർത്തി വല്ല പണിക്കും പോയിക്കൂടെ? എന്റെ ദൈവമേ, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോ പറയാം. എന്തായാലും ഹോട്ടലിൽ നിന്ന് വൈകുന്നേരം കഴിക്കാനുള്ള പാഴ്സൽ വാങ്ങിച്ചോണ്ട് വന്നത് നന്നായി, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വന്നേനെ. ഞാനത് ആൽബിച്ചാനെ വിളിച്ച് പറയാനിരിക്കുവായിരുന്നു. ഓ, ആൽബിച്ച, കുറച്ച് പേപ്പർ കൂടെ വേണ്ടി വരുവേ. ഒരു 25,000 രൂപയുടെ പേപ്പറിങ് വാങ്ങിക്കാം. അല്ല, സമ്മാനം 25,000 രൂപയാണല്ലോ. അപ്പൊ 25,000 രൂപയുടെ പേപ്പറൊക്കെ വേണ്ടി വരും. ആൽബിച്ചാൻ എന്നെ കളിയാക്കൊന്നും വേണ്ട. ആദ്യമായിട്ട് ഈ എഴുതിയിട്ടങ്ങ് ശരിയാവാത്തത്. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. അത് ശരി. അപ്പൊ ഇതങ്ങ് തുടരാനാണോ നിന്റെ ഉദ്ദേശം? ആൽബിച്ചാൻ അറിയാൻ മേലഞ്ഞിട്ടാ. ഒരു സാഹിത്യകാരി ആയാലേ സമൂഹത്തിൽ കിട്ടുന്ന നിലയും വിലയൊക്കെ എന്തായിരിക്കും അറിയോ? അതിന് നല്ലൊരു സാഹിത്യകാരിയാണെങ്കിലല്ലേ. എനിക്കതിനുള്ള കഴിവില്ലാന്നല്ലേ ആൽബിച്ചാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മണ്ടിയാണെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒരു കാര്യം ചെയ്യ്, ഇതുവരെ എഴുതി എന്താണെന്ന് നോക്കട്ടെ. ചുമ്മാരിക്കുന്നു. അത് ശരി. അപ്പൊ ഇതുവരെ ഒന്നും എഴുതിയില്ലല്ലേ? എഴുതി, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനതെല്ലാം അങ്ങ് കീറി കളഞ്ഞു. സോഫി മോളെ, കഥ എഴുതണമെങ്കിൽ നല്ല അനുഭവങ്ങൾ വേണം. ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാനത് നിന്റെ അടുത്ത് പറയാം. അതെന്താ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിൽ കവിഞ്ഞ ഒരു നന്മയും നമ്മുടെ ജീവിതത്തിലില്ല. ദാനധർമ്മങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാം. നമുക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് ഒരിക്കലും നിഷേധിക്കരുത്. കാരണം മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. നമ്മളെ കൊണ്ട് കഴിയാവുന്നത് പോലെ മറ്റുള്ളവരെ സഹായിച്ച് നമുക്ക് ജീവിക്കാം. പിതാവേ, അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ, അനന്ത നന്മയാകും പരമോന്നത,
ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം